മഞ്ചേശ്വരം പൈവളികയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. ITIക്കായി 3 ഏക്കറോളം റവന്യൂ ഭൂമിയും കണ്ടെത്തിയിരുന്നു. അധികൃത അനാസ്ഥയ്ക്ക് എതിരെ മഞ്ചേശ്വരം MLA അടക്കം പ്രതികരിക്കുകയാണ്. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ പൈവളികയിൽ അനുവദിച്ച ഗവൺമെന്റ് ITI ഇനിയും യാഥാർത്ഥ്യമായില്ല. ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഒന്നാം പിണറായി സർക്കാരാണ് ഗവൺമെന്റ് ITI പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനമുണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തുടർ നടപടികളുമില്ല. പൈവളിക ബായാർ റോഡരികിൽ കയർക്കട്ട ഉളച്ചൽ എന്ന സ്ഥലത്ത് ITIക്കായി 3 ഏക്കറോളം റവന്യൂ ഭൂമിയും കണ്ടെത്തിയിരുന്നു. കെട്ടിടമടക്കമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കാമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയുമില്ല. പൈവളികയിൽ ITI യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഞാൻ സഭയിലും മന്ത്രിമാരുടെ ശ്രദ്ധയിലും പലപ്പോഴും പെടുത്തിയൊരു കാര്യമാണ്. അപ്പോഴൊക്കെ അവർ നൽകിയൊരു വാഗ്ദാനം, അതിന് പകരമായി ഒരു ITI അതേ പൈവളികയിൽ നൽകുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഞാനവിടെ സ്ഥലം കണ്ടെത്തി. പഞ്ചായത്ത് ഭരണസമിതി വാടക കെട്ടിടത്തിൽ നിങ്ങൾ ITI നൽകുന്നുവെങ്കിൽ ഞങ്ങളെ തുടങ്ങാൻ റെഡിയാണെന്ന് ബില്ലിംഗ് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ മെല്ലെപ്പോക്കാണ്. ഈ മേഖലയോട് കാലാകാലങ്ങളിൽ കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഞങ്ങൾക്ക് അനുവദിച്ച, ഞങ്ങൾക്ക് അർഹതപ്പെട്ട, ഞങ്ങൾക്ക് അവകാശപ്പെട്ട ITI ചീമേനയിൽ സ്ഥാപിക്കുന്നു. അതിന് പകരം തരാമെന്ന് പറഞ്ഞതുപോലും തരാത്ത ഒരവസ്ഥ. ജനുവരി മാസം നിയമസഭ ആരംഭിക്കുമ്പോൾ തീർച്ചയായും വീണ്ടും ഈ വിഷയം സഭയിൽ ഉന്നയിക്കും. 90% ഭാഷാ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ അധിവസിക്കുന്ന പ്രദേശമാണ് പൈവളിക. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രദേശത്ത് സൗകര്യമില്ലാത്തതിനാൽ കർണാടകയിലെ മംഗളൂരു അടക്കമുള്ള നഗരങ്ങളെയാണ് ഈ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.